കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരപരിധിയിൽ തന്നെ ഉണ്ടായ തീപിടുത്തം, വൻ തീപിടുത്തമാണ് ഉണ്ടായത്. അപ്പോൾ ആ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ള അന്വേഷണം പ്രധാനമായും നടക്കുന്നു. എന്തെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതോ ഷോർട്ട് സർക്യൂട്ടാണോ? സ്വാഭാവികമായ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് ആദ്യം അന്വേഷണം ആരംഭിക്കുക. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, എന്തുകൊണ്ട് ഈ തീ ഇത്ര അധികം പടർന്നു പിടിക്കാനൊരു സാഹചര്യം ഉണ്ടായി? എന്തുകൊണ്ട് ആ തീ കെടുത്താൻ ആദ്യഘട്ടത്തിലേക്ക് കഴിഞ്ഞില്ല? ഈ ചോദ്യങ്ങളിലേക്ക് കൂടി പോയപ്പോഴാണ് എത്രത്തോളം അനധികൃതമായിട്ടുള്ള നിർമ്മിതികൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോർപ്പറേഷനും മേയറും ഒക്കെ പറയുന്നത് അവരുടെയൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത്. നഗരപരിധിയിൽ നിരവധി അനധികൃത കെട്ടിടങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ നടപടി എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ തീപിടുത്തമുണ്ടായ പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടങ്ങൾ പ്രവർത്തിച്ചതും അനധികൃതമായി തന്നെയാണ്. അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട് അവിടെ. അതേസമയം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഈ സ്ഥലത്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന ഇന്നും തുടരുമെന്നാണ് അറിയുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിസ്ന, ആദ്യഘട്ടത്തിൽ തന്നെ എന്തുകൊണ്ട് ഈ തീപിടുത്തം ഇത്രയധികം വ്യാപിച്ചു, ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അത് പിന്നീട് തീ കത്തി അമർന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം അനധികൃതമായി ആ കെട്ടിടത്തിൽ നിർമ്മിതികൾ നടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കെട്ടിടത്തിൽ മാത്രമല്ല, കോർപ്പറേഷൻ പരിധിയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ അനധികൃതമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തുടർന്ന് അതുവഴി കടന്നു പോകുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന കാര്യമാണത്. പക്ഷേ കോർപ്പറേഷൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്നാണ് ഇന്നലെയും കൂടി മേയർ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ തീപിടുത്തം നടന്ന സ്ഥലത്തുള്ള പരിശോധനകൾ എങ്ങനെ നടക്കുന്നു, അപ്പോൾ മറ്റ് അനധികൃത നിർമ്മാണങ്ങളുമൊക്കെ പരിശോധിക്കപ്പെടുമോ ഈ ഒരു പശ്ചാത്തലത്തിലെങ്കിലും? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അതനുസരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ കെട്ടിയടച്ചുള്ള ഒരു നിർമ്മിതിയാണ് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഈ ഫയർഫോഴ്സ് അടക്കം പ്രാഥമിക നിഗമനത്തിൽ കണ്ടെത്തിയത്. അതായത് അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് സുരക്ഷ, അതായത് ഈ വെള്ളം അകത്തേക്ക് കടക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നൊരു കാര്യം തന്നെയാണ് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിലടക്കം ഉൾപ്പെടുത്തി അവർ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ അനധികൃതമായി കെട്ടിടം നിർമ്മിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷനെതിരെ വലിയ രീതിയിലുള്ള പരാതി ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ വന്നിരുന്നു. ഇത്തരത്തിൽ അനധികൃത കെട്ടിടത്തിന് അനുമതി നൽകുന്നു എന്ന പരാതിയും വന്നിരുന്നു. അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത് കോഴിക്കോട് ട്രേഡ് സെന്റർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഈ ഹൈക്കോടതി അടക്കം ഉത്തരവുണ്ടായിട്ടും ആ ട്രേഡ് സെന്റർ കോർപ്പറേഷന്റെ മൂക്കിന് തുമ്പത്ത് പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തവും. വീണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ഉണ്ടാകും. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ കോർപ്പറേഷൻ അധികൃതരും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോഴിക്കോട് മേയറുടെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഈ വ്യാപാരികളൊക്കെ തന്നെയും വലിയ പ്രതിഷേധത്തിലായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത്. ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2007 സമാനമായ രീതിയിൽ തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്ത സമയത്തും ഈ തീ അണയ്ക്കുവാൻ വളരെ വൈകിയ ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ സമയത്ത് തന്നെ ഈ ഫയർ സ്റ്റേഷന്റെ ആവശ്യം എന്നൊരു കാര്യം വലിയ രീതിയിൽ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച വിഷയമായിരുന്നു. ഈ അതായത് ബീച്ചിൽ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട്, എന്നാൽ ആ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് താൽക്കാലിക കെട്ടിടത്തിലാണ്. അതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതാകട്ടെ ഏറ്റവും വിചിത്രം എന്ന് പറയട്ടെ ക്വാർട്ടേഴ്സിലാണ് എന്നതാണ്. അതായത് സ്റ്റാഫ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് ആ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല അത്യാധുനിക രീതിയിലുള്ള യന്ത്രങ്ങൾ ഒന്നും തന്നെയില്ല. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫയർഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ നഗര മധ്യത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശുപാർശ ചെയ്തിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. ചില ആരോപണങ്ങൾ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. എന്നാൽ പോലീസ് അടക്കമുള്ളവർ പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നൊരു കാര്യം തന്നെയാണ് ഈ പ്രാഥമിക നിഗമനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ല തന്നെയാണ്. വ്യാപാരികൾ ഏറ്റവും കൂടുതലുള്ളത് അതിന്റെ തനത് രീതിയിൽ തന്നെ കച്ചവടം നടത്തുന്ന ഒരു സ്ഥലം. അവിടെയാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ മറച്ച് അനധികൃതമായുള്ള കെട്ടിടങ്ങൾ കോർപ്പറേഷൻ അനുമതിയോടെ പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കെട്ടിടത്തിൽ പരിശോധന നടത്താനോ ഒരു ഓഡിറ്റിംഗ് നടത്തുവാനോ തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുള്ളത്. വീണ, ഇതിനെ 3 കാര്യങ്ങളായി കൂടി ഒന്നുകൂടി വിശദീകരിക്കാം. അതായത് ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്, ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനത്തിൽ പ്രാഥമികമായി തന്നെ
എത്തിച്ചേർന്നിരുന്നുവെങ്കിൽ പോലും ഈ ഉടമയും മുന്നുടമയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന രീതിയിലൊക്കെയും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു അട്ടിമറി സാധ്യതയും ഒക്കെ ആ സമയത്ത് പരിശോധിക്കപ്പെട്ടിരുന്നതാണ്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ ഇന്ന് നടക്കുമ്പോൾ അതിൽ ഇന്ന് തന്നെ ഒരു വ്യക്തത വരാനുള്ള സാധ്യതയുണ്ട് ഈ ഷോർട്ട് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് ഈ ഫയർഫോഴ്സിൻ്റെ കാര്യം, അത് ഒരുപക്ഷെ നമ്മൾ തന്നെ റിപ്പോർട്ട് നൽകിയതാണ് ഈ വിഷയത്തിൽ. അവിടെ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എത്രത്തോളം കെടുകാര്യസ്ഥതയുണ്ട് അതിലെന്നുള്ളത്. മറ്റൊന്ന് ഇപ്പോൾ ദിവസം ഏറ്റവും അവസാനം ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടെ നടക്കുന്ന ഈ അനധികൃത നിർമ്മാണങ്ങൾ, ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അത് പരിഹരിക്കപ്പെടാനുള്ള അവസ്ഥ നോക്കുന്നതിനൊപ്പം തന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത കൂടി നോക്കണമല്ലോ. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഈ പശ്ചാത്തലത്തിലെങ്കിലും ഈ അനധികൃത നിർമ്മാണങ്ങളെ അവിടെ പരിശോധിക്കാൻ ഒരു നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ടോ? ഈ 3 വിഷയങ്ങളും ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയാം. പോലെ തന്നെ ആദ്യം തന്നെ പറയട്ടെ, ഈ അനധികൃത നിർമ്മാണം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോഴിക്കോട് ട്രേഡ് സെന്റർ വിഷയമാണ്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ആ ട്രേഡ് സെന്റർ പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും അതിശയകരമായ അല്ലെങ്കിൽ വിചിത്രമായ കാര്യമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അതും കോഴിക്കോട് കോർപ്പറേഷന്റെ മൂക്കിന് തുമ്പത്ത് തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ ആ ട്രേഡ് സെന്ററിൽ നടക്കുന്നു എന്ന് തന്നെയാണ്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ചില വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഉടമയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഒരു പാർട്ണർക്ക് നിലനിന്നിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് ഉണ്ടായിരുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട അത്തരത്തിലാണോ ഈ തീപിടുത്തം ഉണ്ടായത്, അതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നൽകിയ റിപ്പോർട്ട്, അതായത് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളല്ല തീപിടുത്തത്തിലേക്ക് നയിച്ചത്, പകരം ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഫയർഫോഴ്സ് തന്നെ ആ ദിവസം തന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ കെട്ടി അടച്ച് ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെയും പ്രവർത്തിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് കാരണമാകുന്നു എന്നത് ഫയർഫോഴ്സ് തന്നെ പറയുന്നു. അതായത് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായും എടുത്തു കാണിക്കുക. വീണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴിക്കോട് എങ്ങനെയാണ് ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഈ കോർപ്പറേഷൻ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകുക എന്നൊരു ചോദ്യം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അത്തരത്തിൽ ഈ കെട്ടിടം പ്രവർത്തിക്കുമ്പോൾ അത് ഈ അവസ്ഥയിൽ ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടാകുന്നു. ആ തീപിടുത്തം വലിയ നാശനഷ്ടത്തിലേക്ക് പോകുന്നു. അന്ന് ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഇല്ലാതായത് എന്ന് തന്നെ പറയാം. നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജിലെ തീപിടുത്തം PMSSY ബ്ലോക്കാണ്. പ്രധാനമന്ത്രി നൽകിയ, കോഴിക്കോടിന് നൽകിയ, സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനമാണ്. അവിടെയാണ് ഈ അടിക്കടി ഈ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ കെട്ടിടത്തിന്റെ നിർമ്മിതിയിലടക്കം അഴിമതി ഉണ്ട് എന്നൊരു കാര്യം അന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. അത്തരത്തിൽ എല്ലാ കാര്യത്തിലും ഈ കോഴിക്കോട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും ആളുകളിലേക്ക് ആ വികസന പ്രവർത്തനങ്ങൾ എത്തുന്നില്ല എന്നത് തന്നെയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2007 സമാനമായ രീതിയിൽ മിഠായി തെരുവിൽ ഉൾപ്പെടെ തീപിടുത്തം ഉണ്ടായിട്ടും വ്യാപാരികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ഫയർ സ്റ്റേഷൻ, നഗരമധ്യത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്നൊരു ആവശ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫയർ സ്റ്റേഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ക്വാർട്ടേഴ്സിലാണ്, അതായത് ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഭരണകൂടത്തെ പറയേണ്ടത് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. വീണ, എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പിന്റെ ഒരു പത്രസമ്മേളനമുണ്ട്. അതിൽ മേയർ എന്ത് വാദഗതി ആയിരിക്കും പറയുന്നത് എന്ന് തന്നെയാണ് ആളുകൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. വീണ.